കാര്യം ഇപ്പോഴത്തെ നിലയിൽ UDF-നും കോൺഗ്രസിനും സ്വീകാര്യനായ ആൾ രാഹുൽ മാങ്കൂട്ടമാണോ രാജ്മോഹൻ ഉണ്ണിത്താനാണോ? ഇതൊക്കെ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സത്യത്തിൽ അത് ഞങ്ങൾ പാർട്ടി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ചർച്ച ചെയ്തുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ആ തീരുമാനങ്ങൾ എടുക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഉണ്ടാകും. ആ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തുകൊണ്ട് ചില തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളാറുണ്ട്. അത് കൈക്കൊള്ളുന്ന അനുസരിച്ച് ആ തീരുമാനങ്ങൾ പുറത്ത് പ്രഖ്യാപിക്കാറുണ്ട്. സംശയം എന്താ? ഞാനത് തന്നെ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞാണ് വന്നത്. അത് വൈകിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഏതായാലും ഇങ്ങനെ പോകട്ടെ എന്നുള്ളതാണ് LDF ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്നുള്ളതാണ് ഞാനൊരു ആക്ഷേപ രൂപത്തിൽ തന്നെ ഈ തരുണത്തിൽ പറയുകയാണ്. താങ്കൾ ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടുകൾ മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നൊക്കെ പറഞ്ഞ നടക്കുന്നത്. അതെന്താ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ? അല്ല, ഞാനത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്ന് പറയാനുള്ള ഒരു കാരണമുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിൽ 5 തവണ കോന്നി നിയോജകമണ്ഡലത്തിൽ മത്സരിച്ച ഒരാളാണ്. 2 തവണ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. ഈ 2 തവണ എന്ന് വെച്ചാൽ 5-ൽ 2 7 തവണ ഞാൻ മത്സരിക്കുന്ന അവസരങ്ങളിലൊക്കെ തന്നെ എനിക്കെതിരെ കള്ളക്കേസുകൾ ഈ കോടതികളിൽ കൊണ്ടുവന്നത് LDF ഗവൺമെൻറ്റാണ്. ആ കള്ളക്കേസുകൾ കൊണ്ടുവന്ന് പലതരത്തിലും എന്നെ ഒന്ന് നിശബ്ദരാക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയെങ്കിലും ആ നിശബ്ദത പാടില്ല എന്നുള്ളത് കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഞാൻ പണിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 തവണ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞതും പാർലമെൻറ്റിലേക്ക് ഞാൻ മത്സരിക്കുന്ന അവസരത്തിലും ഇതേപോലെയുള്ള ആക്ഷേപം കൊണ്ടുവന്നപ്പോഴും എനിക്ക് ഈ 2 തവണയും ജയിക്കാനുള്ള അവസരം കിട്ടിയത്. അത് ഞാൻ കള്ളക്കേസോ എന്തോ എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തുന്നത് ഞാനല്ല, UDF അല്ല, കോൺഗ്രസ് അല്ല. ആ അന്വേഷണം നടത്തേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ആ അന്വേഷണം നടത്തേണ്ടത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തണം. അതാണ് ഞാൻ പറഞ്ഞത്. വൈദഗ്ധ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുള്ളപ്പോൾ, ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യ നന്നായി പ്രവർത്തിപ്പിക്കാനുള്ള അവസരം ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പുറത്തു കൊണ്ടുവരാതിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനത്തെ ഒരു സാഹചര്യത്തില് പോലീസ് പിടിക്കാത്ത ഒരു സാഹചര്യത്തിൽ കീഴടങ്ങുന്ന ഒരു ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കും. അത് കീഴടങ്ങാൻ ഞങ്ങളുടെ കൈവശം ഇല്ലല്ലോ. അല്ലല്ല, ഞങ്ങളുടെ കൈവശം ആളില്ലല്ലോ. ഞങ്ങളുടെ കൈവശം ആളുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അല്ല, ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ പറയും പോയി കീഴടങ്ങാൻ പറയും. ഏത് അല്ല, മാധ്യമങ്ങളോട് എന്തിനാ ഞാൻ പറയുന്നത്? അതിനാണ് പിന്നെ ഇന്നിപ്പോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാ? ബഹുമാന്യായ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം ഇവിടെ വരുന്നുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തോട് ചോദിക്കണം. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം പറയട്ടെ എന്തുകൊണ്ട്. ഇപ്പോൾ SIT ഞങ്ങൾ ആദ്യം പറഞ്ഞു, ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഒരു CBI അന്വേഷണം ആവശ്യമാണ് എന്ന് ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടതാണ്. അപ്പോഴങ്ങനെ വന്നപ്പോഴാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ആ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടതിയുടെ ഒരു നിയന്ത്രണത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് അംഗീകരിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ പുറത്തു വരണം എന്ന അഭിപ്രായം ഉള്ള ആളുകളാണ്.